തിരുവനന്തപുരത്ത് ബി.ജെ.പി. കൗൺസിലർമാരുടെ നഗരസഭാ മാർച്ചിൽ വനിതാ കൗൺസിലർക്ക് മർദ്ദനം. കൊടുങ്ങല്ലൂർ വാർഡ് കൗൺസിലർ പത്മയെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചത്. അല്പസമയം മുമ്പാണ് നഗരസഭയിലേക്ക് വലിയ മാർച്ച് ബി.ജെ.പിയുടെ ആഭിമുഖ്യത്തിൽ നടന്നത്. അവിടെ നടക്കുന്ന അഴിമതികൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ബി.ജെ.പി. ഈ മാർച്ച് സംഘടിപ്പിച്ചത്. വലിയ തോതിൽ സംഘർഷമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായി. പോലീസ് 7 വട്ടം ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ച അവസ്ഥയുണ്ടായി. തുടക്കം മുതൽ ഈ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം നടന്നു. പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. പ്രശാന്ത്, തുടക്കം മുതൽ തന്നെ ഈ സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ വനിതാ കൗൺസിലർക്ക് മർദ്ദനമേറ്റു എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു. വിവരങ്ങൾ നീലിമ, ബി.ജെ.പിയുടെ നഗരസഭാ മാർച്ചിനിടയിലാണ് വനിതാ കൗൺസിലർമാർക്ക് മർദ്ദനമേറ്റിരിക്കുന്നത്. വനിതാ കൗൺസിലർ കൊടുങ്ങല്ലൂർ വാർഡ് കൗൺസിലറായ പത്മയ്ക്കാണ് മർദ്ദനമേറ്റത്. പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചു എന്നാണ് പത്മ പരാതിയായി പറയുന്നത്. അതായത് ബി.ജെ.പി. മാർച്ച് കഴിഞ്ഞതിന് ശേഷം കൗൺസിലർമാരെല്ലാവരും കൂടി അവിടെ നിന്ന് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നഗരസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു കൗൺസിലർമാർ. ആ കൗൺസിലർമാർ നഗരസഭയിലേക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ കൗൺസിലർമാർക്കെതിരായിട്ടുള്ള ബി.ജെ.പിക്ക് എതിരായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിരുന്നത്. ആ ഫ്ലെക്സ് ബോർഡുകൾ അവിടെ നിന്ന് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ മാറ്റി സ്ഥാപിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടമായി അവിടേക്ക് എത്തുകയും കൗൺസിലർമാരെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിനിടയിലാണ് ഒരു കൗൺസിലറെ പിടിച്ച് തള്ളി തറയിലേക്ക് ഇടുകയും അവിടെ ചവിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ഒക്കെ ചെയ്തത്. പോലീസിൻ്റെ ബൂട്ടിൻ്റെ ചവിട്ടുകൊണ്ട് പത്മയുടെ വലത് കൈക്ക് പരിക്കേറ്റുവെന്നാണ് പറയുന്നത്. കൗൺസിലർ പത്മയുടെ വലത് കൈക്ക് പരിക്കേറ്റുവെന്നാണ് പറയുന്നത്. അതിക്രൂരമായ നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. വനിതാ പോലീസ് അവിടെ ഉണ്ടായിരുന്നിട്ടും അവരെ വിളിച്ചുകൊണ്ട് വനിതാ പ്രവർത്തകരെ കൗൺസിലർമാരെ മാറ്റാൻ തുനിയാതെ പുരുഷ പോലീസ് തന്നെ മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നഗരസഭയുമായി ബന്ധപ്പെട്ട നഗരസഭയിലെ മേയർ അടക്കമുള്ളവർ നടത്തിയ അഴിമതിയിൽ പ്രതിഷേധിച്ചായിരുന്നു ബി.ജെ.പി. തിരുവനന്തപുരം നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചിനിടയിലാണ് വലിയ രീതിയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിരുന്നു. അതിനുശേഷം നഗരസഭാ കൗൺസിലിലേക്ക് പോകാൻ തുടങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ബോർഡുകൾ മാറ്റാനായി കൗൺസിലർമാർ നഗരസഭയുടെ പരിസരത്തേക്ക് എത്തിയത്. റോഡ് സൈഡിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുന്നത്. അതിനിടയിലാണ് കൂട്ടമായി പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും ഈ വനിതാ കൗൺസിലർമാരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നതിലേക്ക് തുനിയുകയും ചെയ്യുന്നത്. അങ്ങനെ വനിതാ കൗൺസിലർമാരെ എല്ലാവരെയും പോലീസ് ഉദ്യോഗസ്ഥർ പുരുഷ പോലീസ് നേരിട്ടെത്തി പിടിച്ചു മാറ്റുന്നതിനിടയിലാണ് ഉന്തും തള്ളും ഉണ്ടാകുന്നത്. അതിനിടയിൽ ഈ കൊടുങ്ങല്ലൂർ വാർഡ് കൗൺസിലർ പത്മയെ പോലീസ് ഉദ്യോഗസ്ഥനും പിടിച്ചു തള്ളുകയും കാലിൽ ചവിട്ടുകയും ചെയ്തു എന്നാണ് പരാതി. വലത് കൈക്ക് പരിക്കേറ്റ പത്മ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ക്രൂരമായ നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. അതിക്രൂരം എന്നാണ് ബി.ജെ.പി. അംഗങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ കൗൺസിലർമാരടക്കം ബി.ജെ.പി. കൗൺസിലർമാരടക്കം പ്രതിഷേധിക്കുന്നത്. കാരണം ഒരു ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ബി.ജെ.പി. പറയുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ പോലീസുകാരെ കൊണ്ട് മർദ്ദിപ്പിക്കുന്ന ഒരു സമീപനം അതും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഈ നഗരസഭയുടെ അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നും ബി.ജെ.പി. അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബി.ജെ.പിയുടെ നഗരസഭാ മാർച്ചിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വനിതാ കൗൺസിലിനെ ആക്രമിക്കുന്നത്. നീലിമ. ശരി, പ്രശാന്താണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.